وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഫലസ്തീനുണ്ട്. കാരണം അത്രമേൽ വലിയ മനുഷ്യത്വരഹിതമായ നരഹത്യയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും വയോവൃദ്ധരുമെല്ലാം നിഷ്കരുണം കൊല ചെയ്യപ്പെടുന്നു. അവരുടെ ഭവനങ്ങളും ആശുപത്രികളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ആരാധനാലയങ്ങളടക്കം തകർക്കപ്പെടുകയും ലോകം ദയാദാക്ഷിണ്യത്തോടുകൂടി ആ ജനതയ്ക്ക് മേൽ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായഹസ്തങ്ങളെ ഒരു അതിർത്തിക്കപ്പുറം തടയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ കുറേയേറെ കാഴ്ചകൾ നമുക്ക് ഫലസ്തീനിൽ നിന്ന് കാണാൻ കഴിയും. ഇതിനോടെല്ലാം ഒപ്പം തന്നെ തങ്ങളുടെ നാട്ടിൽ അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരിൽ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒത്തുചേരുന്നവരെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ
ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ സദാ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഫലസ്തീനിന് എതിരായ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ചിലപ്പോഴെങ്കിലും ആ പൊതുബോധത്തിൻ്റെ വക്താക്കളായി അതിന് എതിരായ ഒരു വികാരവും വിചാരവുമെല്ലാം നമ്മളിൽ പോലും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമ്മുടെ ചില ആളുകളുടെയെങ്കിലും പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവായ ഒരു ധാരണയും കൃത്യമായ ചില വീക്ഷണങ്ങളും ഫലസ്തീനിനെയും ബൈത്തുൽ മുഖദ്ദസിനെയും അതിൻ്റെ ചരിത്രത്തെയും സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും അതിൻ്റെ ചരിത്രവും എന്തുകൊണ്ട് ആ ജനത ഇങ്ങനെയെന്നും അവർ എങ്ങനെയായിരുന്നു എന്നും കാലാന്തരത്തിൽ എന്ത് മാറ്റമാണ് ഫലസ്തീനിൻ്റെ മത രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയിൽ ഉണ്ടായത് എന്നുമൊക്കെയുള്ള ആലോചനകളും പഠനങ്ങളുമാണ് ഏതാനും ചില ഖുതുബകളിൽ തുടർന്ന് സൂചിപ്പിക്കുവാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും നമുക്കറിയുന്നത് പോലെ തന്നെ പ്രധാന 3 മതവിഭാഗങ്ങൾക്കും ബന്ധമുള്ള 3 മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഈജിപ്തിൽ നിന്നും കടൽ കടന്നു വന്ന മോസസ് എത്തപ്പെട്ട സ്ഥലം എന്ന നിലക്ക് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ വൈകാരികമായ ഒരു ഹൃദയബന്ധം അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. യേശുവിൻ്റെ ജന്മനാട് എന്ന നിലക്കും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന നിലക്കും യേശുവിൻ്റെ കുരിശ് സംഭവത്തിന് സാക്ഷിയായ സ്ഥലം എന്ന നിലക്കും ക്രിസ്ത്യാനികൾ പുണ്യമായി കരുതുന്ന സ്ഥലമാണ് ഫലസ്തീനിൻ്റേതും ബൈത്തുൽ മുഖദ്ദസിൻ്റേതും. അതോടൊപ്പം തന്നെ നിരവധിയായ പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമി എന്ന നിലക്കും മുസ്ലിം ഉമ്മത്തിൻ്റെ ആദ്യ കിബില എന്ന നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുണ്യമാഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ് എങ്കിൽ പോകേണ്ടുന്ന 3 പള്ളികളെ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് മസ്ജിദുൽ അഖ്സയാണ് എന്ന നിലക്കും മുസ്ലിം ഉമ്മത്തുമായും അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്ന സ്ഥലവും ഗേഹവും ഒക്കെയാണ് ഫലസ്തീനും മസ്ജിദുൽ അഖ്സയും അതിൻ്റെ ചുറ്റുഭാഗമുള്ളതും ഒക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ പ്രഥമ ആയത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നതായി നമുക്ക് വായിക്കാൻ കഴിയും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഒരു നിശാപ്രയാണത്തിലൂടെ തൻ്റെ അടിമയായ തൻ്റെ പ്രവാചകരെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ച ഇസ്രാ നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാണത്തെക്കുറിച്ച് ഇസ്രാഇനെക്കുറിച്ച് സുവ്യക്തമായി വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്രാ നടത്തുന്ന കാലഘട്ടത്തിൽ റോമക്കാരുടെയും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെയും ഒക്കെ അധികാരത്തിന് കീഴിലായിരുന്നു ഫലസ്തീനും അതുപോലെ ബൈത്തുൽ മുഖദ്ദിസുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹിജറ 15-ാം വർഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിൻ്റെ ഖലീഫയായിരിക്കുന്ന സമയത്താണ് ഫലസ്തീൻ
ബൈത്തുൽ മുഖദ്ദസും ഇസ്ലാമിക ഭരണത്തിൻ്റെ ഭാഗമായി തീരുന്നത്. അതിൻ്റെ ചരിത്രം നാം ഒന്ന് വേറെ തന്നെ വായിക്കേണ്ടുന്നതാണ്. കൃത്യമായ ധാരാളം ഗുണപാഠങ്ങൾ മുസ്ലിമുകൾക്ക്, മുസ്ലിം ഉമ്മത്തിന് നെടുനായകത്വം വഹിക്കുന്ന നേതാക്കന്മാർക്ക്, മുസ്ലിം രാജ്യങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധിപന്മാർക്ക്, അവിടുത്തെ ഭരണീയർക്ക് എല്ലാം ധാരാളം ഗുണപാഠങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സേനാനായകൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം, മുസ്ലിം സൈന്യം റോമക്കാരുടെ സൈന്യത്തിന് എതിരായിക്കൊണ്ട് യർമൂക്കിൽ എത്തുന്ന സമയത്താണ് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്ദേശം മുസ്ലിം സേനാനായകന് എത്തുന്നത്, താങ്കളെ ഈ സേനാനായകത്വത്തിൽ നിന്ന്, ആ പദവിയിൽ നിന്ന് മാറ്റുകയും അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന, അതുവരെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു ഭടനായി ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ സേനാനായകത്വം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഖലീഫയുടെ കത്ത് സന്ദേശം കൈപ്പറ്റുമ്പോഴേക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാതെ അതുവരെയും ആ ജനപദത്തിന്, ആ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ കൊണ്ട് ആ മുസ്ലിം സേനയെ പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും മുന്നോട്ട് പ്രയാണം ചെയ്യാൻ പ്രാപ്തനാക്കിയ ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട സേനാനായകൻ അവിടെ നിന്ന് വെറും ഒരു ഭടനായി യുദ്ധം ചെയ്യാൻ തയ്യാറാകുമ്പോൾ, യാതൊരു വിധത്തിലുള്ള നീരസവുമില്ലാതെ തയ്യാറാകുമ്പോൾ, അവിടെ മുസ്ലിം ഉമ്മത്തിലുള്ള നമ്മൾ വായിച്ചെടുക്കേണ്ടുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ വജ്ഹും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ സ്വർഗം എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നിനും തടസ്സമാവില്ല എന്ന്, എപ്പോൾ വേണമെങ്കിലും ഇത് വിട്ടുപോകേണ്ടി വന്നാൽ ആ പദവികളെല്ലാം ഉപേക്ഷിച്ചിട്ട് സാധാരണ പ്രവർത്തകനായി അവൻ പ്രവർത്തിക്കേണ്ടി വന്നാൽ പോലും പ്രവർത്തന പദത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന് കൃത്യമായ മാതൃക വരച്ചു കാണിക്കുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പദവികൾ നഷ്ടമാകുമ്പോഴേക്ക്, ഇനി ആ സ്ഥാനത്തേക്ക് താൻ പരിഗണിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനും ഈ പ്രബോധന സരണിയിൽ ഇനി താനില്ല എന്ന് തീരുമാനിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചരിത്രം നമ്മളോട് ഒന്നും പറയുന്നില്ല എന്ന് തിരിച്ചറിയുകയും, എന്നാൽ അതിനപ്പുറം ചില തീരുമാനങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് ഉണ്ടാവണം, അവിടെയാണ് വിജയം അവരെ കാത്തിരിക്കുന്നത് എന്ന കൃത്യമായ ചരിത്രബോധം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 2 ലക്ഷത്തോളം വരുന്ന റോമാ സൈന്യം 24 വിഭാഗങ്ങളായി മുസ്ലിം സൈന്യത്തിന് മുന്നിൽ അണിനിരക്കുമ്പോൾ അവരെ എതിരിടുന്നത് 35,000 പേർ മാത്രമുള്ള, അഥവാ തങ്ങളെക്കാൾ 6 ഇരട്ടിയിൽ അധികം വരുന്ന ശത്രു സൈന്യത്തിന് മുന്നിൽ 35,000-ഓളം വരുന്ന മുസ്ലിം സൈന്യമാണ് 20 വിഭാഗങ്ങളായി തിരിഞ്ഞ് അവരെ എതിരിടുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതും എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതേ സമയം തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഫലസ്തീനിനെയും ബൈത്തുൽ മുഖദ്ദസിനെയും ഉപരോധിക്കുകയും അവിടെയുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ അവിടെ റോമക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ കടൽ മാർഗത്തിലൂടെ അവിടുത്തെ ശത്രുക്കളുടെ സേനാനായകനായിട്ടുള്ള അരിത്തിയൂന് നിർലോഭമിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സിറിയയുടെ ആ അതിർത്തി പ്രദേശമായ ആ പ്രദേശത്തേക്ക് സൈനിക സജ്ജീകരണത്തെ, വ്യൂഹത്തെ അയക്കുകയും ആ സഹായങ്ങൾ വരുന്നതിനെ തടഞ്ഞു നിർത്തുകയും അതുവഴി അവർക്ക് വിജയം നേടാൻ സാധ്യമാവുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും.
നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്, എന്നാൽ ഈ കാലക്രമത്തിൽ ഫലസ്തീൻ ഈ വിധത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഈ വിധം ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന കൃത്യമായ ഒരു വായന നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടുന്നതാണ്. ഇവിടെ ഈ ഉമ്മത്തിന് ഇല്ലാതെ പോയത് എന്ത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടുന്നതാണ്. തങ്ങളുടെ സഹോദരന്മാർ ഒരു നാട്ടിൽ അരുങ്കൊല ചെയ്യപ്പെടുന്ന സമയത്ത് തങ്ങളുടെ ആകാശവും കടലും കരയും അതിൻ്റെ എല്ലാ വാതായനങ്ങളും ശത്രുക്കൾക്ക് സഹായം നൽകുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും, എന്നാൽ ലോകജനത മനസ്സാക്ഷി കൊണ്ട് ആ സമൂഹത്തിന് നൽകുന്ന സഹായങ്ങൾ, ഭക്ഷണവും മരുന്നും അവരുടെ ജീവിതത്തിന് ആവശ്യമായ അവരുടെ നാണം മറക്കാനുള്ള തുണിയും അടക്കമുള്ള വസ്തുവകകൾ തങ്ങളുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ അതിർത്തികൾ കൊട്ടിയടച്ച് ആ സഹായങ്ങൾ റദ്ദു ചെയ്യുന്ന തട്ടമിട്ട ഭരണാധികാരികൾ അറേബ്യൻ സമൂഹത്തിൻ്റെ, മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടുകൾക്ക് ഭരണ നേതൃത്വം നൽകുന്നതാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. ഇസ്സത്ത് തിരിച്ചറിയാതെ പോകുന്ന, ഇസ്സത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരു സമൂഹം നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. വിടർന്ന ചെവികൾ കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ബാഹുല്യം എന്ത് എന്ന് തിരിച്ചറിയാതെ തൻ്റെ മുന്നിൽ ഒരു തോട്ടിയുമായി നിൽക്കുന്ന പാപ്പാൻ്റെ മുന്നിൽ അവൻ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, അവൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് ഒരു ആന എങ്ങനെയാണോ ചലിക്കുന്നത്, ഒരുപക്ഷെ തൻ്റെ ശക്തിയും തൻ്റെ കഴിവും തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ നിസ്സഹായതയും അവൻ്റെ കഴിവില്ലായ്മയും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പാപ്പാനും നെഞ്ചുവിരിച്ച് ആനയുടെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഇതുപോലെ തങ്ങളുടെ തലയിലേക്ക് വലിച്ചിട്ട തട്ടം അവർക്കുമേൽ മറയിട്ടത് ആ മുസ്ലിം എന്ന് പറയുന്ന ഇസ്സത്തിൻ്റെ മേലെയാണ്. അവർ കാണാതെ പോകുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്സത്താണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഇല്ലാതെ പോകുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ചരിത്രം വായിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇവർ പാഠം ഉൾക്കൊള്ളാത്തത്? എന്തുകൊണ്ടാണ് തൻ്റെ സഹോദരന്മാർ ഈ വിധം പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് അവരുടെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തങ്ങൾക്കിങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ സഹോദരൻ്റെ കൈപിടിക്കാൻ, അവർക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത് എന്ന് കൃത്യമായ ഒരു വിലയിരുത്തൽ, അത് നമ്മളിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ജിഹാദിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല, അതിനുമപ്പുറം നമ്മുടെ പ്രാർത്ഥനകൾ അത്രമേൽ ഇഖ്ലാസോടുകൂടി റബ്ബിൻ്റെ മുന്നിലേക്ക് ഉയരുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ആ ജനവിഭാഗം അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അവരെ സഹായിക്കേണ്ടുന്ന ആളുകളുടെ നിലപാടുകൾ ഇതാണ് എന്നും അവർ എടുക്കേണ്ടിയിരുന്ന നിലപാട് എന്തായിരുന്നുവെന്നും കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി, ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയരപ്പെടേണ്ടതുണ്ട്, നടത്തപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആ ചെറിയ സംഘത്തിന് മുന്നിൽ പരാജിതരായ റോമ സൈന്യം മുസ്ലിങ്ങളോട്, മുസ്ലിം സൈന്യത്തിൻ്റെ അധിപനായിട്ടുള്ള സേനാനായകനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ബൈത്തുൽ മുഖദ്ദസ് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഇവിടെ വന്ന് അത് നേരിട്ട് ഏറ്റെടുക്കണം എന്ന ഒരു ആഗ്രഹം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. സർവാത്മന അവർ എല്ലാം അടിയറവ് വെച്ചിരിക്കുന്ന സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം അറിയിക്കപ്പെടുകയും അദ്ദേഹം അവിടെയുള്ള തൻ്റെ സ്വഹാബികളുമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും പോലെയുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ താൻ ചർച്ച ചെയ്യാറുള്ള ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് 960 കിലോമീറ്റർ അപ്പുറമുള്ള ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ആ യാത്രയിൽ ഒരു കുതിരപ്പുറത്ത്, ആ ചരിത്രം നമുക്ക് അറിയുന്നതാണ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭൃത്യനും ഒന്നിച്ച് ഒരു കുതിരയുടെ പുറത്ത് അല്പം കാരക്കയും കുറച്ച് വെള്ളവും ഒക്കെ ശേഖരിച്ചു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഊഴം വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്.
അവരുടെ യാത്ര സിറിയയിലൂടെ ഇങ്ങനെ കടന്നുപോയി ഡമാസ്കസ് എന്ന് പറയുന്ന അതിസുന്ദരമായ മനോഹരമായ ഭൂപ്രദേശത്ത് എത്തുമ്പോഴേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മലയുടെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് ആ ഡമാസ്കസിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ ഖുർആൻ 44-ാം അധ്യായം സൂറത്തു ദുഖാനിലെ 25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. കം തറക്കു മിൻ ജന്നാത്തിൻ വഉയൂൻ, കം തറക്കു എത്രയാണ് അവരെല്ലാം ഉപേക്ഷിച്ചു പോയത്, മിൻ ജന്നാത്തിൻ വഉയൂൻ ഈ തോട്ടങ്ങളും അരുവികളുമാകുന്ന ഈ ഭൂപ്രദേശങ്ങൾ എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം അവരുടെ കൃഷിയിടങ്ങൾ എത്രയാണ് തങ്ങളുടേത് എന്ന് വിചാരിച്ച്, ഇനി ആരും ഇത് കീഴടക്കില്ല എന്ന് വിചാരിച്ച്, എന്നും ശാശ്വതമായി തങ്ങൾക്കിതെല്ലാം ഉണ്ടാകും എന്ന് വിചാരിച്ച് പിടിച്ചു വച്ചിരുന്നത്, അനുഭവിച്ചു കൊണ്ടിരുന്നത്, ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ വിട്ടേച്ചു പോകേണ്ടി വന്ന എത്രയെത്ര ആളുകളാണ് ഉള്ളത്. അവർ എന്തൊക്കെയാണ് ഒഴിവാക്കി പോകേണ്ടി വന്നത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ അതിൽ സുഖിയന്മാരായി സുഖലോലുപന്മാരായി നിവസിച്ചു കൊണ്ടിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർക്ക് ഒഴിവാക്കി പോകേണ്ടി വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളെ വിശദീകരിക്കുന്നത് ഫിർഔനിൻ്റെയും അതുപോലെയുള്ള ധനാഢ്യന്മാരായ ആളുകൾ അവർക്ക് അള്ളാഹുവിലുള്ള ധിക്കാരം കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടും അവർക്കുണ്ടായ ദുരന്തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുകളെ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പോകുന്ന, ഇനി ഇതെല്ലാം തൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കെ തന്നെ, ഇനി ഇവിടെ ഭരണം നടത്തുന്നത് ഞാനാണ് എന്നും എൻ്റെ കൽപ്പനകൾക്ക് ഈ നാട്ടിൽ വിലയുണ്ട് എന്നും ബോധ്യമുണ്ടായിരിക്കെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചരിത്രത്തിലെ നീതിമാനായ ഭരണാധികാരി തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഇതെല്ലാം പലരും മുൻപേ അവകാശികളായി ഉണ്ടായിരുന്നവരും അതെല്ലാം അവരെല്ലാം ഒഴിവാക്കി പോവുകയും ചെയ്തതാണ് എന്ന കൃത്യമായ ദുനിയാവിനെ എങ്ങനെ സമീപിക്കണം എന്ന ബോധ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടുന്ന് തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ ഫലസ്തീനിന് അടുക്കലേക്ക്, ബൈത്തുൽ മുഖദ്ദിസിന് അടുക്കലേക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ നേതാക്കന്മാരും സേനാധിപന്മാരും മുസ്ലിങ്ങളുടെ ഖലീഫയെ ഭരണാധികാരിയെ കാത്തു നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് ഇനി അടുത്ത ഊഴം ഭൃത്യൻ്റെതാണ്. റോമാ സാമ്രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ഇനി കുതിരപ്പുറത്ത് കയറാനുള്ള ഊഴം ഭൃത്യൻ്റെതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അവസരം ഭൃത്യന് നൽകുകയും അദ്ദേഹത്തെ കുതിരപ്പുറത്തിരുത്തി അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ച് മുന്നിൽ നടന്നുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അമീർ എവിടെയാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അവരുടെ അമീറിനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയും സമീപത്ത് അവരുടെ അമീറുണ്ട് എന്ന് അവർക്ക് ബോധ്യമായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അത് എന്ന്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച പരുക്കനായ അഴുക്കുപുരണ്ട പല സ്ഥലങ്ങളിലും കീറിയ അതെല്ലാം തുന്നിവെക്കാൻ ശ്രമിച്ച ഒരു വസ്ത്രമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത് എന്ന്. ആരാണ് ഈ വസ്ത്രം ധരിച്ചു വരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇസ്ലാമിക ലോകത്തിൻ്റെ അന്ന് ഇസ്ലാമിക ലോകം മദീനയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 960 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അത്രയും ദൂരം തൻ്റെ അധികാരത്തിന് കീഴിൽ ഭൂമി ഇങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തി ഇങ്ങനെ വിശാലമായിരിക്കുന്ന ഒരു നാടിൻ്റെ ഭരണാധികാരിയാണ് ഈ വിധത്തിൽ ഒരു നാട്ടിലേക്ക് കടന്നു വരുന്നത്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ചില വസ്ത്രങ്ങളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് വാങ്ങിയിട്ട് ആ വസ്ത്രം ധരിച്ചു. എന്നിട്ട് താൻ ധരിച്ചു വന്ന വസ്ത്രം അഴിച്ചിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും അതേ വസ്ത്രം തന്നെ ധരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഒരു നീരസം. തങ്ങളുടെ നേതാവ്, തങ്ങളുടെ ഖലീഫ ഒരു സാമ്രാജ്യത്തിൻ്റെ നേതാക്കന്മാരുമായി സംഭാഷണത്തിന് പോകുമ്പോൾ അല്പം നല്ല വസ്ത്രമൊക്കെ ധരിക്കണം എന്ന ഒരു നീരസം പ്രകടിപ്പിച്ച സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വർത്തമാനമുണ്ട്,
നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അള്ളാഹു ഇസ്സത്ത് നൽകിയ ഒരു സമുദായമാണ് നമ്മൾ എന്ന ബോധ്യം അബൂ ഉബൈദ നിനക്കുണ്ടാവണം. ഫൈൻ ഇബ്തഅന അൽ ഇസ്സത ബിഗൈരി അദല്ലനല്ലാഹ്, അതല്ല ഈ ഇസ്ലാം അല്ലാത്ത ഈ ദുനിയാവിൽ കിട്ടാവുന്ന എന്തെങ്കിലും ആർഭാടങ്ങളും സൗകര്യങ്ങളും കൊണ്ട് ഇസ്സത്താണ്, അങ്ങനെ ഒരു പ്രതാപമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കി കളയും എന്ന ബോധ്യമുണ്ടാകണം അബൂ ഉബൈദ എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായി സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, നമ്മൾ എന്താണ് ജീവിതത്തിൽ ഇസ്സത്ത് എന്ന് കരുതിയിരിക്കുന്നത്. ഇപ്പോഴും മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അധികാരവും രാജ്യവും നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. അതാണ് ഫലസ്തീനിലേക്ക് വരുന്ന സഹായങ്ങൾക്ക് മുന്നിൽ പോലും തങ്ങളുടെ അതിർത്തികൾ കൊട്ടിയടക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അതല്ലനല്ലാഹ്, അള്ളാഹു അവരെ നിന്ദ്യരാക്കും എന്ന ബോധ്യം ഒരു താക്കീത് എന്ന നിലക്ക് അവരുടെ മേൽ ഉണ്ടാവുകയും ആ ചരിത്രം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരിലേക്ക് കടന്നു വരികയും അവിടെ കൃത്യമായ ഒരു കരാർ വ്യവസ്ഥ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കരാർ വ്യവസ്ഥകളിൽ ഒന്ന് അഅ്ത്വാഹും അമാനൻ ലി അൻഫുസിഹിം വ അംവാലിഹിം, പിടിച്ചെടുത്ത കീഴിലേക്ക് വന്ന ഒരു രാജ്യത്തെ ജനവിഭാഗത്തോട് പറയാണ് അഅ്ത്വാഹും അമാനൻ ലി അൻഫുസിഹിം വ അംവാലിഹിം, അവരുടെ ധനത്തിനും അവരുടെ മാനത്തിനും അവരുടെ ശരീരത്തിനും നിർഭയത്വം, ധനം സംരക്ഷിക്കപ്പെടും, അവരുടെ ജീവന് സംരക്ഷണം നൽകും. ആര്? ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരി ഇനി അവർക്ക് അവരുടെ ധനത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകും. അവിടെ ഉണ്ടായിരുന്ന അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ ചർച്ചുകളും അവരുടെ ആരാധനയുടെ അടയാളങ്ങളായ കുരിശുകളും തകർക്കപ്പെടുകയില്ല. ആരാധനാ കർമ്മങ്ങളിൽ ആരും ഇടപെടില്ല. ഒരാളുടെയും ആരാധനാ കർമ്മങ്ങളിൽ ആരും, ഒരു മുസ്ലിമും ഇടപെടുകയില്ല. മതം മാറ്റത്തിന് നിർബന്ധിക്കുകയില്ല. ഇതൊക്കെ എഴുതി വെച്ച കരാറുകളിൽ ഉള്ളതാണ്. ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മടങ്ങുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമം നമ്മളൊന്ന് വായിച്ചു മനസ്സിലാക്കേണ്ടുന്നതാണ്. അധികാരം കിട്ടുമ്പോഴേക്ക് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്ത് അരികുവൽക്കരിക്കുവാനും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരിൽ ബുൾഡോസർ രാജുകൾ പ്രഖ്യാപിക്കാനും അത് തകർത്തു കളയാനും അവിടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനും അത് തങ്ങളുടേതാക്കാൻ അതിനെ കുളന്തോണ്ടുവാനുമൊക്കെ അധികാരം കിട്ടുമ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടുന്നത്, എന്നിട്ടും ചരിത്രം പറയുന്നത്, ചരിത്രത്തിൽ പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിധത്തിൽ സഹിഷ്ണുതയും സാഹോദര്യവും മതനിരപേക്ഷതയും കാണിച്ചിട്ടുള്ള ചരിത്രത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാക്കന്മാരെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ആ മതത്തെ വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമായുമൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും ആളുകൾക്കിടയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അധികാരം കിട്ടുമ്പോഴേക്ക് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ് ഉണ്ടാകണം. ആരാധനകൾ അവരുടെ വെള്ളിയാഴ്ചകളിലെ ജുമഅകൾക്ക് പോലും തടസ്സമാകും വിധത്തിൽ അവരുടെ ആരാധനാലയങ്ങളെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചു കെട്ടുന്ന, അതിനുവരെ അധികാരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിട്ടും മർദ്ദിതരെ ഭീകരരെന്ന്, തീവ്രവാദികൾ എന്ന് മുദ്രകുത്തപ്പെടുന്ന, തൻ്റെ നാട് ആക്രമിക്കപ്പെടുന്ന സമയത്ത്, തൻ്റെ സഹോദരൻ ആക്രമിക്കപ്പെടുന്ന സമയത്ത്, തൻ്റെ ഭാര്യയും ഉമ്മയും മക്കളും ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവരിലേക്ക് പാഞ്ഞെടുക്കുന്ന പാറ്റൻ ടാങ്കുകൾക്ക് മുന്നിൽ കവണയിൽ കല്ല് വെച്ച് നെഞ്ചുറപ്പോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്താൻ ശ്രമിക്കുന്ന ആളുകൾ അതുണ്ടാകുമെന്നത് ചരിത്രത്തിൻ്റെ വസ്തുതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ ഇല്ലാതിരിക്കും?
എങ്ങനെ ഇല്ലാതിരിക്കും? ഒരു നാട് കിരാതമായ ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊള്ളയടിക്കപ്പെടുന്ന സമയത്തും സ്വയരക്ഷയ്ക്ക് വേണ്ടി മാപ്പെഴുതിയ ആളുകളെ വീരന്മാരെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിലും വലിയ ഒരു ചരിത്രത്തിൻ്റെ അട്ടിമറിയും തിരുത്തും എങ്ങനെയാണ് ഉണ്ടാവുക എന്ന ഒരു പൊതുബോധമെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഫലസ്തീനിൻ്റെ ചരിത്രം പഠിക്കേണ്ടുന്നതുണ്ട്. അവിടെ നിന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടുന്നതുണ്ട്. ഇത്രയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കാലഘട്ടത്തെ സൂചിപ്പിച്ചത് നമുക്കിനി ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനുമുള്ള രണ്ട് ഭാഗങ്ങളുണ്ട് ചരിത്രത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്ന ആ ഫലസ്തീനിന് അതിന് മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന്, പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ ആ ഫലസ്തീനിന് ഉണ്ടായ ചരിത്രത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ഉമർ ഇബ്നുൽ ഖത്താബിന് ശേഷം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നാം ഇന്ന് കാണും വിധത്തിലേക്ക് ഫലസ്തീനിന് എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്ന്, അവിടെ എന്തൊക്കെ ഇടപെടലുകളാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അവർക്ക് വേണ്ടി ഉയരുന്ന പ്രാർത്ഥനകളാണ് ആ ഉമ്മത്തിന് സഹായമായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അവരിലേക്ക് വർഷിക്കേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദിസുമായി ബന്ധപ്പെട്ട ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിലെ ഖുത്ബകളിൽ വിശദീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, റമദാൻ കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞതിൻ്റേതായ അടയാളങ്ങളൊക്കെ തന്നെ നമ്മുടെ പള്ളികളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. സാധാരണ ഖുത്ബ തുടങ്ങുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ എണ്ണവും റമദാനിലുള്ള എണ്ണവും ഇപ്പോഴുള്ള എണ്ണവും ഒക്കെ അത് നമ്മളെ ഏറെക്കുറെ ബോധ്യപ്പെടുത്തുന്നതാണ്. റമദാനിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങളിൽ സജീവരായിരുന്നു. രാത്രി നമസ്കാരങ്ങളും നോമ്പും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും ഒക്കെയായി സജീവമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഇന്ന അഹബ്ബൽ അമലി ഇലല്ലാഹി അദ്വമു. തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. വ ഇൻ ഖല്ല, അത് എത്ര കുറവാണെങ്കിലും ശരി, സ്ഥിരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 റക്അത്ത് തറാവീഹായും ഖിയാമുൽ ലൈലായും ഒക്കെ നമസ്കരിച്ച് ശീലമുള്ള നമുക്ക് 11 നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 3 റക്അത്തെങ്കിലും സ്ഥിരമായി ഇശാഇന് ശേഷമോ അതുമല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമോ നമസ്കരിക്കാനും അത് ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാനും സാധിക്കുമെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. 30 ദിനത്തിലും തുടർച്ചയായി നോമ്പ് നോൽക്കാൻ പ്രാപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ട നമുക്ക് തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും അയ്യാമുൽ ബീലുകളിലും നോമ്പ് നോൽക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ അത് തുടർച്ചയായി ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അത് തുടർച്ചയായി അത് ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. സുന്നത്ത് നമസ്കാരങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ റമദാൻ കഴിഞ്ഞ് മാറ്റമുണ്ടായിട്ടുണ്ട് എങ്കിൽ റവാത്തിബ് സുന്നത്തുകളെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമായി അത് ഒരു ചിട്ടയായി അതൊരു ക്രമമായി ജീവിതത്തിൽ പുലർത്താൻ കഴിയുമെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു മാസം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത നമുക്ക് ഇനിയുള്ള മാസങ്ങളിൽ ഒരു മാസം കൊണ്ട് ഖുർആൻ മൊത്തം ഓതിയില്ലെങ്കിലും ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്ന തലത്തിലേക്ക് ഖുർആനുമായി ഒരു അടുപ്പമുണ്ടാക്കാൻ, അതൊരു സ്ഥിരമായ
ഒരു ചിട്ടയായി ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുമെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള ശ്രമവും അതിനുള്ള പ്രാർത്ഥനയും നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, വേനൽ അവധിയിലേക്ക് നമ്മുടെ മക്കൾ കടന്നിട്ടുണ്ട്. അവർക്ക് ഏതൊക്കെ തരത്തിൽ അവരുടെ സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ആശങ്കയും അതോടൊപ്പം തന്നെ കൃത്യമായ ചില പ്ലാനിങ്ങുകളും പലർക്കും ഉണ്ടാകും. അങ്ങനെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങളിലും അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കളെ തയ്യാറെടുപ്പിക്കുന്നതിനോടൊപ്പം മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ഖുർആൻ പഠിക്കുന്നതിനും ഖുർആനിൻ്റെ ആളുകളാകുന്നതിനും കൂടി സമയം കണ്ടെത്തുകയും അതിനുള്ള അവസരങ്ങൾ തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുകയും മക്കളെ അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്ലാനിങ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് കായികമായി അവർക്ക് കളിക്കാനും ഒക്കെയുള്ള അവസരം നൽകേണ്ടതുണ്ട്. കാരണം നമ്മുടെ മക്കളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന മനസ്സുകളിലാണ് പിശാച് അതിൻ്റെ വലകെട്ടി അവരെ വലയം ചെയ്യുക എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെ അവരെ കായികമായും അതോടൊപ്പം തന്നെ അവരിങ്ങനെ നല്ല കാര്യങ്ങളിൽ സജീവമാകുന്ന രൂപത്തിലുള്ള പ്ലാനിങ്ങുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ റമളാനിലും തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങൾ, സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു അവൻ്റെ മഹത്തായ ഫളലുകൊണ്ട് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ